ഹിന്ദു പുരാണങ്ങൾ പരാമർശിക്കുന്ന ചിരഞ്ജീവിയായ ഒരു കരടിയാണ് ജാംബവാൻ. ജാംബവാൻ ഒരു കരടിയല്ല, ഒരു കുരങ്ങനാണെന്നും ചില വാദമുണ്ട്. കൃതയുഗം മുതൽ ദ്വാപരയുഗം വരെ ജാംബവാൻ ജീവിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. വാൽമീകി രാമായണത്തിലെ ജാംബവാൻ ഋഷി പുങ്കവ എന്ന പ്രസ്താവനയിൽ നിന്നും ജാംബവാൻ ഒരു കരടിയാണെന്ന് ഊഹിക്കാം. തുടക്കത്തിൽ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും താമരയിലിരിക്കുമ്പോൾ അദ്ദേഹം ധ്യാനിക്കുകയും ഇടയ്ക്ക് വെച്ച് കോട്ടുവ ഇടുകയും ചെയ്യുന്നു. അതിൽ നിന്നും ജനിക്കുന്നവനാണ് ജാംബവാൻ. ജംബുദ്വീപിൽ ജനിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ കോട്ടുവ ഇട്ടപ്പോൾ ജനിച്ചത് കൊണ്ടാണോ ജാംബവാൻ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് പരാമർശിച്ചിട്ടില്ല. മധുവിനോടും കൈതവനോടും വിഷ്ണു യുദ്ധം ചെയ്യുന്ന സമയത്തും ജാംബവാൻ അവിടെയുണ്ട്. രാമായണ സമയത്ത് അദ്ദേഹം 6 മന്വന്തരങ്ങൾ പിന്നിട്ടിരുന്നു. രാമായണത്തിൽ ജാംബവാൻ വളരെ പരിചയസമ്പന്നനും ബുദ്ധിമാനും ഒരു രാജ്യം നടത്തുന്നതിൽ അദ്ദേഹത്തിന് നല്ല അറിവുമുണ്ടായിരുന്നു. സുഗ്രീവന്റെ പ്രധാന ഉപദേശകരിൽ ഒരാളായിരുന്നു ജാംബവാൻ. രാമനെയും ലക്ഷ്മണനെയും തിരിച്ചറിയാനും അവർ ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും അറിയാൻ ഹനുമാനെ അയക്കാൻ സുഗ്രീവനോട് ജാംബവാനാണ് ഉപദേശിക്കുന്നത്. സീതയെ കണ്ടെത്താനും അവളെ തട്ടിക്കൊണ്ടുപോയ രാവണനോട് യുദ്ധം ചെയ്യാനും ജാംബവാൻ രാമനെ സഹായിച്ചിട്ടുണ്ട്. ജാംബവാൻ രാമായണത്തിൽ തൻ്റെ ജീവിതത്തിലെ 2 മുൻകാല സംഭവങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഹനുമാൻ ചാടാൻ പോകുന്ന മഹേന്ദ്ര പർവ്വതത്തിൻ്റെ ചോട്ടിൽ വെച്ച് ജാംബവാൻ ഹനുമാനോട് പറയുന്നു, തനിക്കും സമുദ്രത്തിന് മുകളിലൂടെ ലങ്കയിലേക്ക് ചാടാമായിരുന്നു. മനസ്സിൻ്റെ വേഗത ഉണ്ടായിരുന്ന ജാംബവാൻ പണ്ട് എല്ലാ ദിക്കുകളിലും താളങ്ങൾ മുഴക്കി ബലിചക്രവർത്തിയുടെ മേൽ മഹാവിഷ്ണുവിൻ്റെ വിജയം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വാമനവതാര സമയത്ത് ശ്രീവിഷ്ണുവിന് വേണ്ടി താളം കൊട്ടുമ്പോൾ വിഷ്ണുവിൻ്റെ തോളിൽ തട്ടി അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നു. അങ്ങനെ അവൻ്റെ ചലനശേഷി പരിമിതപ്പെടുന്നു. പാലാഴി മന്ദന സമയത്ത് അദ്ദേഹം പങ്കെടുത്തിരുന്നു. രോഗശമനം ചെയ്യുന്ന വിശാലകർണി എന്ന ചെടിയെക്കുറിച്ച് ജാംബവാൻ ദേവന്മാരിൽ നിന്നും അറിയുന്നു. പിന്നീട് ഇന്ദ്രജിത്ത് അബോധാവസ്ഥയിലാക്കിയ ലക്ഷ്മണനെ സഹായിക്കാൻ അദ്ദേഹം ഈ വിവരങ്ങൾ ഹനുമാനെ അറിയിക്കുകയും ചെയ്യുന്നു. രാവണനുമായുള്ള ദ്വന്ദ്വയുദ്ധത്തിനിടെ ജാംബവാൻ രാവണനെ കൈകൾ കൊണ്ട് ശക്തമായി ഇടിക്കുകയും അവൻ്റെ നെഞ്ചിൽ ചവിട്ടുകയും രാവണനെ ബോധരഹിതനാക്കുകയും ചെയ്തിട്ടുണ്ട്. തൽഫലമായി സാരഥി രാവണനെ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുകയായിരുന്നു. മഹാഭാരതത്തിലും ജാംബവാൻ ഒരു പ്രധാനമായ കഥാപാത്രം തന്നെയാണ്. യാദവ യോദ്ധാവായ പ്രേമസേനനെ വധിച്ച് ശ്യാമന്തകം കവർന്ന് സിംഹത്തെ വധിച്ചതും ജാംബവാനാണ്. ശ്രീകൃഷ്ണനുമായി അനേക ദിവസം യുദ്ധം ചെയ്ത ശേഷമാണ് ജാംബവാൻ തോൽവി സമ്മതിക്കുന്നതും ശ്യാമന്തകം കൃഷ്ണന് നൽകുന്നതും. പിന്നീട് പുത്രിയായ ജാംബവതിയെ ജാംബവാൻ ശ്രീകൃഷ്ണന് വിവാഹം ചെയ്തു നൽകുന്നു. വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം 66-ാം സർഗത്തിലെ ഹനുമത് പ്രശംസ ഏറെ ആകർഷകമാണ്. 100 യോജന വിസ്തൃതിയുള്ള സമുദ്രം ചാടിക്കടക്കാൻ ധൈര്യമില്ലാതെ ഹനുമാൻ മടിച്ചു നിൽക്കവേ ജാംബവാൻ ഹനുമാനിൽ ഉറങ്ങിക്കിടക്കുന്ന അതുല്യ ശക്തിയെപ്പറ്റിയും ആ ജന്മ മഹിമകളെപ്പറ്റിയും ഉദ്ബോധിപ്പിക്കുന്നു. അപ്പോൾ ഹനുമാൻ തന്നെ തിരിച്ചറിഞ്ഞ് വർദ്ധിത വീര്യനായി സമുദ്രതരണത്തിന് തയ്യാറാകുന്നു. പഴകിയതും അപരിഷ്കൃതവും കാലഹരണപ്പെട്ടതുമൊക്കെയായ വസ്തുക്കളെ സൂചിപ്പിക്കാൻ നാം ഇന്നും ഉപയോഗിക്കുന്ന ശൈലിയാണല്ലോ ജാംബവാന്റെ കാലത്തേത് എന്നത്. എന്നാൽ ആ പ്രയോഗം അസാധുവാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കഥാസന്ദർഭം. കാരണം ആധുനിക മനോരോഗ ചികിത്സയായ കൗൺസിലിങ്ങിൻ്റെ ആദ്യ മാതൃകയാണ് ജാംബവാന്റെ കർമ്മം. ഹനുമാൻ ലങ്കയിലേക്ക് ചാടാൻ നിൽക്കുമ്പോൾ ജാംബവാൻ നൽകുന്ന ഉപദേശം തന്നെ മതി അത് സാധൂകരിക്കാൻ. നല്ല വാക്കോതുവാൻ ത്രാണിയില്ലാത്തവരും അന്യരെ തേജോവധം ചെയ്യാൻ മടിക്കാത്തവരുമായ നമുക്ക് രാമായണത്തിലെ വാനര സംസ്കാരം പോലുമില്ലാതായിരിക്കുന്നു.